നമസ്കാരം. അഗോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിവിടെ ഈ ചാനലിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 4 നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഈ 4 നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മഹാ സൗഭാഗ്യങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതനുസരിച്ച് ജ്യോതിഷപ്രകാരം ഓരോ നാളുകാർക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഒരു പൊതു സ്വഭാവമുണ്ട് എല്ലാ നാളുകാർക്കും. ജനിച്ച സമയമനുസരിച്ച് സ്വഭാവത്തിൽ ഓരോരുത്തരിലും ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുമെങ്കിലും ഒരു പരിധി വരെ ഓരോരുത്തരെയും നക്ഷത്രം സ്വാധീനിക്കാറുണ്ട് എന്നുള്ളതാണ് സത്യമായ കാര്യം. ചില നക്ഷത്രക്കാർ അതിബുദ്ധിമാന്മാരായിരിക്കും എന്നാണ് അതിൻ്റെ ജ്യോതിഷം പറയുന്നത്. ഇവർ വീട്ടിലുണ്ടെങ്കിൽ ഇവരെ തേടി വലിയ സൗഭാഗ്യങ്ങൾ വരെ വന്നെത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇവർ നിമിത്തം ആ വീട്ടിലുള്ള മറ്റ് നക്ഷത്രക്കാർക്കും വളരെ ഗുണങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള 4 നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കോ ബന്ധുക്കളിലേക്കോ കുടുംബങ്ങളിലേക്കോ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ അമാവാസി അഥവാ കറുത്ത വാവിന് ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട്. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞു, 4 നക്ഷത്രക്കാരാണെന്ന്. ആ 4 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. മേടക്കൂറിൽ വരുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ്. അവർ ബുദ്ധിമാന്മാരായിരിക്കും. അത് പൊതുവേ അവർ ബുദ്ധിമാന്മാരായിരിക്കും എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാരുടെ പ്രത്യേക ഗുണം. നേതൃത്വ ഗുണം, എന്തിനും നേതൃത്വം കൊടുക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് പൊതുവെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് ജന്മസിദ്ധമായി ഇവർക്ക് കിട്ടുന്നതായിട്ടാണ്. കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി അത് ഉത്തരവാദിത്തോടെ ചെയ്തു തീർക്കാനും അവർ അറിയാണ്ട് തന്നെ പല കാര്യങ്ങളും ഇവർ നിറവേറ്റാനും ഒക്കെ ഉള്ള ഒരു കഴിവുള്ള നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ. അതുപോലെ തന്നെ സ്വന്തം പരിശ്രമത്താൽ ജീവിതത്തിൽ വിജയം നേടിയെടുക്കുന്നവരാണ് ഇവര്. സമൂഹത്തിൽ ഇവരെ മാനിക്കുന്നവരും ഉണ്ടായിരുന്നുള്ള കോപം ഇവരെ പല പ്രശ്നങ്ങളിലേക്കും ചെന്നെത്തിക്കാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര പിശുക്ക് കാണിക്കുമെന്നും കൂടി ഉണ്ട്. അത് എല്ലാ നക്ഷത്രക്കാരും ഇല്ല, എല്ലാ അശ്വതി നക്ഷത്രക്കാരും ഇല്ല. ചില നക്ഷത്രക്കാർക്ക് സമയത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ തീരുമാനം പെട്ടെന്ന് എടുക്കുമെങ്കിലും എല്ലാ കാര്യത്തിലും പല പ്രശ്നങ്ങളിലും ഇവർ ഇടപെടും. ആ തീരുമാനം എടുക്കുവാനുള്ള കഴിവ് ഇവർക്കുണ്ടെങ്കിലും ചില ആശയക്കുഴപ്പങ്ങൾ ഇവരെ ബുദ്ധിമുട്ടിക്കാറുണ്ട് എന്നുള്ളതാണ്. ചില പ്രതീക്ഷിക്കാത്ത തരത്തിൽ ചില അപവാദങ്ങൾ ഇവർ കേൾക്കേണ്ടതായിട്ടും ജീവിതത്തിൽ ഇടവരാറുണ്ട്. ചെയ്ത കാര്യങ്ങളൊന്നും മറ്റുള്ളവർ നന്ദിയോടെ സ്മരിക്കാറുമില്ല. അത് ഇവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ വരുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതും കൂടിയാണ്. അശ്വതി നക്ഷത്രക്കാരുടെ ഒരു ചെറിയ പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞത്. അടുത്ത നക്ഷത്രം നമുക്ക് ഏതാണെന്ന് നോക്കാം. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ബുദ്ധിയുടെ കാര്യത്തിൽ ഇവരെ ആർക്കും തോൽപ്പിക്കാനാവില്ല എന്ന് പറയുന്നത് ഈ ഭരണി നക്ഷത്രക്കാരെയാണ്. കാരണം ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഇവർ നേടിയെടുക്കാനുള്ള ധൈര്യവും ഭാഗ്യവും ഇവർക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എത്ര മോശം സാഹചര്യവും സമാധാനത്തോടെ കൈകാര്യം ചെയ്ത് അതിൽ വിജയം നേടിയെടുക്കാൻ ഈ ഭരണി നക്ഷത്രക്കാരോളം കഴിവ് മറ്റാർക്കും ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. അതുപോലെ തന്നെയാണ് ഇവർക്കും ചില ഘട്ടങ്ങളിൽ മാനസിക പിരിമുറുക്കം ഉണ്ടാവുകയും മറ്റുള്ളവർ ഇവരെ മനസ്സിലാക്കാതെ പോവുകയും ചെയ്യുന്ന നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർ. അപ്പൊ ഈ ഭരണി നക്ഷത്രക്കാരെ കുറിച്ചുള്ള ഒരു ചെറു വിവരമാണ് ഇവിടെ നൽകിയത്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാര് മഹാബുദ്ധിമാന്മാരായിരിക്കും എന്നുള്ളതാണ്. ഇവരും പൊതുവെ മഹാബുദ്ധിമാന്മാരാണ്. സ്വന്തം ബുദ്ധിയിലൂടെ മാത്രമല്ല അധ്വാനത്തിലൂടെയുമാണ് ഇവരുടെ ജീവിത വിജയം കെട്ടിപ്പടുക്കുന്നത്. കാരണം അധ്വാനം ഇവരെ വലിയ വിജയത്തിലേക്ക് എത്തിക്കും, വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ്. അതുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനുള്ള ഒരു കഴിവും ഏത് സാഹചര്യത്തെ മറികടക്കാനുള്ള ഒരു കഴിവും ഈ കാർത്തിക നക്ഷത്രക്കാർക്കുണ്ട് എന്നുള്ളതാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിന്റെ ഒരു ചെറിയ വിവരമാണ് ഇവിടെ നൽകിയത്. അടുത്ത നക്ഷത്രം മകീരമാണ്.
ഈ മകീര നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ മകീര നക്ഷത്രക്കാർ പൊതുവെ ബുദ്ധിയും സൗന്ദര്യവും ആത്മാർത്ഥതയും ഒത്തുചേർന്ന ഒരു നക്ഷത്രക്കാരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഈ നക്ഷത്രക്കാർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി ചെയ്ത് തീർക്കുന്ന ഒരു സ്വഭാവക്കാരായിരിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ്. സംസാരിച്ച് മറ്റുള്ളവരെ വശത്താക്കാനുള്ള ഒരു കഴിവ് മകീര നക്ഷത്രക്കാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ മുൻകോപം കാരണം ഇവർക്ക് നല്ല സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളതാണ്. ഇവരുടെ ചെറിയ ചെറിയ മുൻകോപങ്ങൾ, പെട്ടെന്നുള്ള ദേഷ്യം താൽക്കാലികമാണ് എങ്കിൽ പോലും മറ്റുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും സുഹൃത്ത് ബന്ധങ്ങൾ ഉലഞ്ഞു പോവുകയും ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ 4 നക്ഷത്രക്കാരെ കുറിച്ച് ഒരു ചെറിയ വിവരണമാണ് ഇവിടെ നൽകിയത്. പൂർണ്ണമായി അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ നക്ഷത്രവും അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ വാട്സപ്പിലേക്ക് അയച്ചു തരികയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണ വിവരം നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ അമാവാസി കറുത്തവാവിനും ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്ന് പുതിയൊരു അറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.